ഫ്രണ്ട്ഷിപ്പിന് മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ? നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്പേസാണ് ശരിക്കും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത്. നമുക്ക് അച്ഛനമ്മമാരും കൂടപ്പിറപ്പുകളും നമ്മുടെ ലൈഫ് പാർട്ണറും ഒക്കെ ഉണ്ട് എങ്കിലും അവരുടെ ഒന്നും പറയാൻ പറ്റാത്ത, എന്നാൽ അവരിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു നല്ല ഫ്രണ്ടും നമുക്ക് കിട്ടിയേക്കാം. ദോസ്ത് ഫിലിമിൽ കുഞ്ചാക്കോവൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഒന്ന് ശ്രമിച്ചാൽ 10 കാമുകാരെ കിട്ടിയേക്കാം, വേറൊരു ഭാര്യയെ കിട്ടിയേക്കാം, പക്ഷെ ഒരു നല്ല സുഹൃത്തിനെ കിട്ടാൻ പ്രയാസമാണെന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരുപാട് കാലം നല്ല സുഹൃത്തുക്കളായിരുന്നിട്ട് പോലും നിസ്സാര ചില കാര്യങ്ങളുടെ പേരിൽ പിണങ്ങി നടന്ന് അപരിചിതരെ പോലെ നടക്കേണ്ടി വരുന്ന ചില ആളുകൾ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അത് ഈഗോയോ പൊസസീവ്നെസ്സോ ട്രസ്റ്റ് ഇഷ്യൂസോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ എന്തെങ്കിലും കാര്യവും നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കും പലപ്പോഴും പിണങ്ങുന്നുണ്ടാവുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതൊരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ശരിക്കും കുറയുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറയുന്ന സമയത്താണ്. ഇങ്ങനെ പിണങ്ങി നടക്കുന്ന സമയത്ത് പരസ്പരം എവിടെന്നെങ്കിലും കാണുന്ന സമയത്തൊക്കെ സംസാരിക്കണം എന്നുണ്ട് എങ്കിലും അവരുടെ ഈഗോ ആ ഒരു ആഗ്രഹത്തെ തടഞ്ഞു വെക്കലുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു ബോണ്ടാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്.